വൈറ്റ് ഡിസ്ചാർജ് അല്ലെങ്കിൽ വെള്ളപോക്ക്. ഇത് നാച്ചുറൽ വജൈനൽ ഡിസ്ചാർജ് ആണ്. ഇതിനെ മെഡിക്കലി ലുക്കോറിയ എന്ന് വിളിക്കുക. നോർമലി വൈറ്റ് ഡിസ്ചാർജ് എന്ന പേരിൽ അറിയപ്പെടും. ഇത് എങ്ങനെ ഉണ്ടാവുന്നു? സ്ത്രീകളിലെ ഈസ്ട്രജൻ ഹോർമോൺ ചേഞ്ച് ആവുമ്പോൾ വജൈനൽ ഗ്ലാൻഡിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ചെറിയ ഫ്ലൂയിഡ് ആണ് വൈറ്റ് ഡിസ്ചാർജ്. ഇത് എന്തിനാണ് ഉൽപ്പാദിപ്പിക്കുന്നത്? വജൈനൽ ഏരിയയിൽ ഉണ്ടാകുന്ന മോയ്സ്ചർ നിലനിർത്താനും ഇൻഫെക്ഷൻ തടയാൻ വേണ്ടിയിട്ടും ഡെഡ് സെല്ല് പുറത്തു വരാൻ വേണ്ടിയിട്ട് നാച്ചുറലി ബോഡി ചെയ്യുന്ന ഒരു ക്ലീനിങ് മെക്കാനിസം ആണ് വൈറ്റ് ഡിസ്ചാർജ്. ഡിസ്ചാർജ് സൈക്കിളിനനുസരിച്ചിട്ട് മാറും. ഇപ്പൊ ഉദാഹരണം, ഓവുലേഷന്റെ സമയത്ത് ക്ലിയർ ആയിട്ടുള്ള എഗ് വൈറ്റ് പോലെയാണ് ഉണ്ടാവുക. പീരീഡ്സിന് മുമ്പ് ക്രീമി ആൻഡ് തിക്ക് ആയിട്ടാണ് ഉണ്ടാവുക. പീരീഡ്സിന് ശേഷം കുറവായിരിക്കും, ഡ്രൈ ടൈപ്പിലാണ് ഉണ്ടാവുക. ഇനി പ്രഗ്നൻസി സമയത്ത് ഡിസ്ചാർജ് കൂടും. ഇതാണ് കണ്ടീഷൻസ്. ഇനി നോർമൽ ഡിസ്ചാർജ് ആണോ അബ്നോർമൽ ഡിസ്ചാർജ് ആണോ എന്നുള്ളത് എങ്ങനെ മനസ്സിലാക്കാം? നോർമൽ ആണെങ്കിൽ വൈറ്റ് കളർ ആയിരിക്കും, ട്രാൻസ്പെറന്റ് ആണ് ഉണ്ടാവുക. ഇച്ചിങ് ഉണ്ടാവില്ല, പെയിൻ ഉണ്ടാവില്ല, സ്മെൽ ഉണ്ടാവില്ല, സ്മോൾ എമൗണ്ട് ആണ് ഉണ്ടാവുക. ഇനി അബ്നോർമൽ ആണെങ്കിൽ എന്താണ്? അബ്നോർമൽ ആണെങ്കിൽ ബാഡ് സ്മെൽ ഉണ്ടാവും, ലൈറ്റ് യെല്ലോ ആൻഡ് ഗ്രീൻ കളറിൽ ഉണ്ടാവുക, ഇച്ചിങ് ഉണ്ടാവും, അബ്ഡോമിനൽ പെയിൻ ഉണ്ടാവും, പീരീഡ്സ് സമയത്ത് നല്ല വേദന ഉണ്ടാവും. ഇതിന്റെ പ്രധാന കാരണങ്ങൾ ഫംഗൽ ഇൻഫെക്ഷന്, ബാക്ടീരിയൽ ഇൻഫെക്ഷന്, ഹോർമോണൽ ഇംബാലൻസ്, ആന്റിബയോട്ടിക് മെഡിസിന്റെ യൂസ് ആൻഡ് നനഞ്ഞ ഡ്രസ്സ് കൂടുതൽ സമയം ധരിക്കുക, ഫൈനൽ വൺ പുവർ ഹൈജീൻ. ഇവരിലാണ് ഇത് കൂടുതലും കാണപ്പെടുന്നത്. ഇത് എപ്പോഴാണ് ഡോക്ടറെ കാണിക്കേണ്ടത്? അതായത് ബാഡ് സ്മെല്ല് കൂടി വരിക, അബ്നോർമൽ ഡിസ്ചാർജ് ഉണ്ടാവുക, നല്ല പെയിൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡോക്ടറെ കാണിക്കാം. സോ ഈ വീഡിയോ നിങ്ങൾക്ക് പുതിയ അറിവാണെങ്കിൽ മാക്സിമം ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുക. ഇതുപോലുള്ള പവർഫുൾ ടോപ്പിക്കുമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.